ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് നൗൺസ് ആൻഡ് വേർബ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു there's a word that signifies the name of a person. ഓക്കെ, സബ്ജക്റ്റിനെ പറ്റി പറയുന്ന ഒരു വേർഡ്. വാട്ട് വേർഡ് ഇസ് ദ നെയിം ഓഫ് ദ പേഴ്സൺസ് ഓഫ് ഹൂം വി ആർ സ്പീക്കിംഗ്. നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്, ആ ആളുടെ പേര്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കുക. ബോയ്സ് സ്റ്റഡി. ഓക്കെ, ആൺകുട്ടികൾ പഠിക്കുന്നു. വാട്ട് വേർഡ് ഇസ് ദ നെയിം ഓഫ് ദ പേഴ്സൺസ് ഓഫ് ഹൂം വി ആർ സ്പീക്കിംഗ്. നമ്മൾ ആരെ പറ്റിയാണോ സംസാരിക്കുന്നത്, അവരുടെ പേരിനെ സൂചിപ്പിക്കുന്ന വാക്കേതാ? ബോയ്സ്. വാട്ട് വേർഡ് ടെൽസ് വാട്ട് ഈസ് സെഡ് ഓർ അസേർട്ടഡ് ഓഫ് ദ ബോയ്സ്. അതായത് ബോയ്സിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചു തരുന്ന വാക്കേതാ? സ്റ്റഡി. ഓക്കെ, സോ വാട്ട് ആർ വേർഡ്സ് യൂസ്ഡ് ആസ് നെയിംസ് കോൾഡ്. ഓക്കെ, നെയിംസ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്ക്, അതായത് എന്തെങ്കിലും ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെ ഇംഗ്ലീഷിൽ എന്താ പറയുക? നൗൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്റൻസിൽ നൗൺ ഏതാ? ബോയ് സ്റ്റഡി എന്ന സെൻറ്റൻസിൽ നൗൺ ഏതാ? ബോയ്സ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നെയിം. നൗ nouns are two types. Okay, proper nouns and common nouns. Proper nouns എന്ന് വെച്ചാൽ നെയിംസ് ഓഫ് പർട്ടിക്കുലർ പേഴ്സൺസ്, ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന് പ്രത്യേകമായി നമ്മൾ നൽകുന്ന പേരാണ് പർട്ടിക്കുലർ പേഴ്സൺസ്. സെയ്ദ്, അമ്ര, ജോൺ, ജോർജ്, ഹാരി, ഇങ്ങനെ. വാട്ട് ആർ ജനറൽ നെയിംസ് കോൾഡ്. ജനറൽ എന്ന് പറഞ്ഞാൽ കോമൺ നൗൺസ്. അതായത് ബോയ് എന്ന് പറയുന്ന നൗണ് അത് ആർക്കും, ഏതൊരു ആൺകുട്ടിക്കും അതെന്താണ്, ബാധകമാക്കാൻ പറ്റുന്ന നെയിമാണ്. നൗ വാട്ട് ആർ വേർഡ്സ് യൂസ് ടു അസേർട്ട് ഓർ അഫേം സംതിങ് ഓഫ് എ നൗൺ കോൾഡ്. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു നൗണിനെ പറ്റി ഒരു കാര്യം അറിയിച്ചു തരുന്ന പ്രെഡിക്കറ്റിനെ നമ്മളിവിടെ ഒരു വേർഡാണെങ്കിൽ അല്ലെങ്കിൽ പല വേർഡാണെങ്കിൽ ചിലപ്പോൾ അത് വേർബ്സ് ആയിട്ടും വരാം, വേണമെങ്കിൽ ഓക്സിലറി വേർബും ഒരു നൗണും വരാം. ഓക്കെ, ജോർജ് ഇസ് എ പെയിൻറ്റർ. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പ്രെഡിക്കറ്റ് വരാം. സബ്ജക്റ്റായിട്ട് നൗണ് മാത്രമേ വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ ഈ കൊടുത്ത എക്സാമ്പിളിലാകെ ഒരു നൗണും വേർബും വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് തന്നേക്കണതുകൊണ്ട് എന്താ പറയുന്നത്, ഇത് ബോയ്സ് നൗണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, വേർബാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നൗ വാട്ട് വേർഡ് ഇസ് എ വേർബ് ഇൻ ദ സെൻറ്റൻസ് അബവ്? സ്റ്റഡി. ഓക്കെ, വൈ? ബിക്കോസ് ഇറ്റ് ടെൽസ് us സംതിങ് അബൌട്ട് ബോയ്സ്. അവരെന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അവരെ പറ്റി അറിയിച്ചു തരികയാണ് ചെയ്യുന്നത് ആ വേർബ്. നൗ ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ചിൽഡ്രൻ പ്ലേ. ഓക്കെ, അത് പ്ലൂറലാണ്, അതേപോലെ തന്നെ പ്ലേ. വാട്ട് വേർഡ് ഈസ് യൂസ്ഡ് ആസ് എ നെയിം ഇൻ ദിസ് സെൻറ്റൻസ്? ചിൽഡ്രൻ. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? എ നൗൺ. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ നെയിം. നൗ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം അറിയിച്ചു തരുന്ന വാക്കേതാ? പ്ലേ. സോ അതിനെ നമ്മൾ എന്താ പറയുക ഇവിടെ? വേർബാണ്. ഓക്കെ, നൗ ഇത് നോക്കുക. ചാൾസ് സ്റ്റഡീസ് ഹിസ് ലെസൺസ് അറ്റ് സ്കൂൾ. ചാൾസ് എന്ന് പറയുന്നത് എന്ത്, ബോയ്സ് ചിൽഡ്രന് പോലെ ഒരു കോമൺ നൗണല്ല, ഒരു പ്രോപ്പർ നൗണാണ്. അത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പ്രത്യേകമായ ഒരു പേരാണ്. അതുകൊണ്ടാണ് അതിന് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വേർബ്. ഹിസ് ലെസൺസ് അറ്റ് സ്കൂൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ എന്താണ്? വാട്ട് വേർഡ്സ് ആർ യൂസ്ഡ് ആസ് നെയിംസ് ഇൻ ദ സെൻറ്റൻസ്? ചാൾസ്, ലെസൺസ്, സ്കൂൾ. ഇതൊക്കെ എന്താണ്? നൗൺസ് ആണ്. ചാൾസിനെ പറ്റി ഒരു കാര്യം അറിയിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കേതാ? സ്റ്റഡീസ്. അതിനെന്താ പറയുക? വേർബ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. വേർഡ്സ് ആർ ലൈക്ക് ആരോസ്. ഓക്കെ, വേർഡ്സ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആരോസ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിലറി വേർബാണ്. അപ്പോൾ ഇവിടെ ആകെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നൗണും വേർബും മാത്രമാണ് ഇവിടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൗണിനെയും വേർബിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, ബോയ് സ്റ്റഡി, ചിൽഡ്രൻ സ്വിം, ഗേൾസ് പ്ലേ, അങ്ങനെയുള്ള പലതും പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിംഗുലർ ആണെങ്കിൽ എ ബോയ് എന്ന് പറയുകയാണെങ്കിൽ പ്ലേസ് എന്നാണ് വരിക. ആ വേർബിൻ്റെ അവസാനത്തിൽ എസ് വരും. നേരെ മറിച്ച് പ്ലൂറൽ ആണെങ്കിൽ ചിൽഡ്രൻ, ബോയ്സ്, അങ്ങനെ ഗേൾസ്, മെൻ, ഇങ്ങനെയാണെങ്കിൽ ആ വേർബിൻ്റെ അവസാനത്തിൽ എസ് വരില്ല. ഈ കാര്യം മാത്രം